സംസ്ഥാനത്തെ മാതൃകാ പദ്ധതിയായി മാറുകയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് കുന്നന്താനം കിൻഫ്ര പാർക്കിൽ സ്ഥാപിച്ച പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി. ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ഇവിടെയാണ് സംസ്കരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളും ഈ പദ്ധതി നടപ്പിലാക്കിയാൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഒരു പരിധിവരെ സംസ്ഥാനത്തിന് മോചനം ലഭിക്കും. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് 8 കോടി രൂപ ചിലവിൽ കുന്നന്താനം കിൻഫ്ര പാർക്കിൽ നിർമ്മിച്ച പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറിയാണ് സംസ്ഥാനത്തിന് മാതൃകയാവുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പഞ്ചായത്തുകളും മുൻകൈയെടുത്താൽ നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം പുതിയ രൂപത്തിലാക്കാൻ കഴിയും. നാട്ടുകാർക്ക് ദുർഗന്ധം ഉണ്ടാകുമെന്ന ഭയം ഇതിലൂടെ ഒഴിവാകാനും സാധിക്കും. സർക്കാർ സ്ഥലം കണ്ടെത്തി ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയാൽ സമരം ഉപജീവനമാക്കിയ പ്രാദേശിക ശാസ്ത്രജ്ഞന്മാരുടെ സമര കോലാഹലങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇതിലൂടെ ഒരു പുത്തൻ മാലിന്യ സംസ്കാരം വളർത്തിയെടുക്കുവാനും സാധിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ജനുവരിയിൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ പദ്ധതി സംസ്ഥാനത്തിന് അഭിമാന പദ്ധതിയായി മാറിയിരിക്കുകയാണ്. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറിയാണ് ഇത്. കേരള സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ലീൻ കേരള കമ്പനി വഴി അനുവദിച്ച ഫണ്ടും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും ഫണ്ടും ഇതിനായി ചിലവഴിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ തരംതിരിച്ച ശേഷം ഇവിടെ എത്തിച്ച് സംസ്കരിക്കുകയും ഗ്രാനുൾസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതുപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു ദിവസം 2 ടൺ പ്ലാസ്റ്റിക് വസ്തുക്കൾ ആദ്യഘട്ടത്തിൽ സംസ്കരിക്കുന്ന പദ്ധതിയാണിത്. പിന്നീട് 5 ടൺ സംസ്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ വിപുലീകരിക്കുവാനാണ് സർക്കാരിന്റെ ആലോചന. ഈ ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാവാത്ത നിലയിലുള്ള ശുദ്ധീകരണ പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം, ബെയിലിംഗിനും വാഷിംഗിനുമുള്ള യന്ത്രങ്ങൾ, സോളാർ പവർ പ്ലാന്റ്, മഴവെള്ള സംഭരണി തുടങ്ങി അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തിൽ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പറഞ്ഞു. തീർച്ചയായും ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ സംസ്ഥാനത്ത് ആദ്യമായി ഒരു പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കുവാൻ. നമുക്കറിയാം, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വരും തലമുറയ്ക്ക് ജീവിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുവാണ് പ്ലാസ്റ്റിക്. അത് മണ്ണിലും വെള്ളത്തിലും കിടന്ന് അതൊരിക്കലും ജൈവമായി മാറത്തില്ല. അതിനെ അപ്പോൾ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയോടുകൂടി ക്ലീൻ കേരള കമ്പനിയോട് ചേർന്ന് ജില്ലാ പഞ്ചായത്തും ത്രിതല പഞ്ചായത്ത് സംവിധാനം ഒട്ടുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാണ് ഇത് ആരംഭിക്കുവാൻ സാധിച്ചത്. അതിൻ്റെ പ്രാരംഭ സ്റ്റേജിൽ ഇപ്പോൾ 2 ടൺ മാലിന്യം ഒരു ദിവസം സംസ്കരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അത് പോരാ, സംസ്കരിക്കുന്ന ആ ഉൽപ്പന്നം കൊണ്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വർഷം ഞങ്ങൾ. അതുപോലെ തന്നെ 2 5 ടൺ ആക്കിയെടുക്കാനുള്ള ശ്രമകരമായ പ്രയത്നത്തിലാണ് ഞങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ക്ലീൻ കേരള കമ്പനിയുടെ ചുമതലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. കുന്നന്താനത്ത് ഈ പുതിയ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചതോടെ ജില്ലയിലെ ശുചീകരണ പ്രവർത്തനം ഫലപ്രദമായി നടന്നുവരികയാണ്. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാൻ കേരള സർക്കാർ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. കുന്നന്താനം കിൻഫ്ര പാർക്കിലെ ഈ പദ്ധതി 1,40,00,000 രൂപ ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷൻ ഇതിനായി നൽകിയെന്ന് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ലതാകുമാരി പറഞ്ഞു. മല്ലപ്പള്ളി ഡിവിഷനകത്ത് കുന്നന്താനം കിൻഫ്ര പാർക്കിലെ ഈ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മുൻപുണ്ടായിരുന്ന സുബിന് ഇവിടെ ശ്മശാനങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫണ്ട് ഈ ഡിവിഷനിലുണ്ടായിരുന്നു. അതും പിന്നീട് എൻ്റെ സമയത്ത് വന്ന പൈസയും എല്ലാം കൂടെ ചേർത്ത് 1,20,00,000 രൂപയോളം ഇതിനുവേണ്ടി ഞങ്ങളുടെ ഡിവിഷൻ്റെ തന്നെ ഈ ഡിവിഷനിൽ ഇത് വരുന്നതും ഈ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ പങ്കാളിയാകുവാൻ ഞാൻ തീർച്ചയായിട്ടും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് മൊത്തം എത്ര കോടി രൂപ? 1,40,00,000 രൂപ ജില്ലാ പഞ്ചായത്തും ബാക്കി ക്ലീൻ കേരളയുടെ ഫണ്ടുമാണ്. ജില്ലയിൽ 53 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും 4-ൽ 3 നഗരസഭകളിൽ നിന്നും അജൈവ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് ക്ലീൻ കേരള കമ്പനിയാണ്. ഇങ്ങനെ ഒരു വിപുലമായ പദ്ധതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കേണ്ടത് നാടിന്റെ ആവശ്യമായ ഒരു കാര്യമാണ്. മാലിന്യം സംസ്കരിക്കുന്നിടത്ത് പരിസ്ഥിതി ദോഷമുണ്ടാകും, നാടിന് ദോഷമുണ്ടാകും എന്ന് പ്രാദേശിക ശാസ്ത്രജ്ഞന്മാർ വിളംബരം ചെയ്യുന്ന നാട്ടിലാണ് ഇത്രയും വലിയൊരു പദ്ധതി നാടിനും നാട്ടുകാർക്കും ദോഷമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിനൊരു മാതൃകയാക്കാവുന്ന വലിയൊരു പദ്ധതിയാണ്.
കിൻഫ്ര പാർക്കിൽ നിന്നും ഗോപൻ മുരണിക്കൊപ്പം ജിജു വൈക്കത്തുശ്ശേരി.